റിസൾട്ട് അനൗൺസ്മെൻ്റാണ്. നമുക്ക് നീട്ടിപ്പരത്തി സംസാരിക്കാൻ സമയമില്ല, സാഹചര്യമില്ല. എല്ലാവരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ്. നമുക്ക് സീസൺ 6നെ സംബന്ധിച്ച് സീസൺ 7 നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു വേണം പറയാൻ. പോയിൻറ്റുകളുടെ എണ്ണത്തിലൊക്കെ നല്ല കാതലായ വ്യത്യാസമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഈ ഒരു വർഷം ഉണ്ടായത്. അതേപോലെ വളരെ ചെറിയ രൂപത്തിലൊരു കോട്ടമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ആദ്യ 10 3 പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം 2 ആൾക്കാരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ നേട്ടമെന്ന് പറയുന്നത് ആദ്യ 5 കഴിഞ്ഞ വർഷം ഒരാളും ഉണ്ടായിരുന്നില്ല. ഈ വർഷം ആദ്യ 5 2 പുരുഷന്മാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേക അഭിനന്ദനങ്ങൾ. ജോലി തിരക്കുകൾക്കിടയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം സമയം ചെലവഴിച്ച് സമ്മാനം നേടുക എന്ന് പറയുന്നത്, ആദ്യ 5 എത്തുക എന്ന് പറയുന്നത് വളരെ മികച്ച നേട്ടമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഫഹ്മിദയാണ്. വളരെ സന്തോഷം. 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. കഴിഞ്ഞ വർഷം 104 പോയിൻ്റ് നേടി 1ാം സ്ഥാനം നേടി. പക്ഷേ ഈ വർഷം 103 പോയിൻ്റ് നേടിയിട്ടാണ് 1ാം സ്ഥാനം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് ആൾ തൊട്ടടുത്ത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഈ വർഷം 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് റൂബി താത്തയാണ്, തിരുവനന്തപുരമുള്ള. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം 98 പോയിൻ്റ് നേടിയിട്ട് 4ാം സ്ഥാനത്തുണ്ടായിരുന്ന റൂബി താത്തയാണ് ഈ വർഷം 97 പോയിൻ്റ് നേടിയിട്ട് 2ാം സ്ഥാനത്തേക്ക് മാറി വന്നിട്ടുള്ളത്. നിഷത്താത്തയാണ് 3ാം സ്ഥാനത്തുള്ളത്, 96.5 മാർക്ക്. അംജു ഷെറു ആണ് 4, 5 സ്ഥാനങ്ങളിൽ ഉള്ളത്. അംജുവിന് 95.5 മാർക്കും ഷെറുക്കാക്കാക്ക് 92 മാർക്കും. സോ ഒരിക്കൽ കൂടെ പറയാം, 1ാം സ്ഥാനം 103 മാർക്ക് നേടിയിട്ട് ഫഹ്മിദ, 2ാം സ്ഥാനം 97 മാർക്ക് നേടി റൂബി താത്ത, നിഷത്താത്തയ്ക്ക് 96.5 മാർക്ക്. 0.5 മാർക്സിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ ഒരു സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. അംജുവിന് 95.5 മാർക്ക്. 4ാം സ്ഥാനത്തേക്കും ഷെറു കാക്ക 92 മാർക്ക് നേടി 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. അൽഹംദുലില്ലാ, ഇതാണ് നമ്മുടെ ആദ്യ 5 ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ബാക്കിയുള്ള പേരുകൾ: സിത്തു 88.5, ഷെറിൻ താത്ത 88, ഷെബിന താത്ത 82, ജൂബി താത്ത 80.5, അതുപോലെ ഫൗസി താത്ത എൻ്റെ പെങ്ങൾ 80.5, ഷാനു 75.5. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവിധ ബഹുമാനത്തോടു കൂടെയും ആദരവോടു കൂടിയാണ് ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മകളോ പ്രയാസങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഖേദം നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ട്. നേരത്തെ തന്നെ എഴുതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് 75 ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആ 75 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു 85-90 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇത്രയും ഖുർആൻ സൂറത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു എൻ്റെ മുന്നിലുണ്ടായത്. ഏതായിരുന്നാലും ചെറിയ ചെറിയ ഉത്തരങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പരമാവധി നല്ല രൂപത്തിൽ തന്നെ അത് മാർക്കുകൾ സ്കോറർ ഷോബിഞ്ഞലെ അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. വിജയികൾക്ക്, മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നമുക്ക് ഈ ക്വിസ് കോമ്പറ്റീഷനൊക്കെ തുടങ്ങിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട പൂക്കാക്ക ഹംസക്കാക്ക, അദ്ദേഹം നമ്മളോട് കൂടെയില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരുണ്ട് എന്നുള്ളത്, സ്വലാത്ത് ഹംസക്കാക്ക എന്നുള്ള രൂപത്തിൽ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിയുന്ന സമയത്തും ധാരാളമായി സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഫർളുകൾ ചെയ്തുകൊണ്ട്, ബാധ്യതയായ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. പക്ഷേ സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഈസി ആയിട്ട് നമുക്ക് പോയിൻ്റ് സ്കോർ ചെയ്യാനുള്ള, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഒരു ദറജ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ്, സാധ്യതയാണ്. അതുകൊണ്ട് നിയത്തില്ലാതെ പോലും എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കാൻ അതിനകത്ത് പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനായ മുസ്ലിമായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്വലാത്ത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്